ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പം ബിരിയാണിയാണ്, എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചെമ്മീൻ ബിരിയാണിയുടെ ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വൺസ് അഗെയിൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് നല്ലൊരു 1/2 കിലോ വെള്ള ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെ ഒന്ന് നമുക്ക് വൃത്തിയാക്കി എടുക്കേണ്ടതുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ചെമ്മീനാണ് കേട്ടോ, നമുക്ക് ബിരിയാണിക്ക് പാകം ആയിട്ടുള്ള ചെമ്മീനാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ ഇതിനെ പെട്ടെന്നൊന്ന് വൃത്തിയാക്കി എടുത്തേക്കാം. അങ്ങനെ ചെമ്മീൻ്റെ തോലൊക്കെ കളഞ്ഞു ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. അങ്ങനെ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഇതിൻ്റെ കോമൺ ആയിട്ടുള്ള മസാലകൾ ചേർക്കാം. അപ്പോൾ ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾ, പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോഴത്തെ നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇത് കുറച്ച് സമയം നമുക്കവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഈ സമയം നമുക്ക് ബാക്കി നമ്മുടെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതൊക്കെയാണ് 4 ഉള്ളി, 2 തക്കാളി, ആവശ്യത്തിന് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഒരു പച്ചമുളക് ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ, നല്ല അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ട് ഇനി നമ്മളൊരു മിക്സിയിലോട്ട് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കാം നമുക്ക്. അപ്പോൾ ഇത് നന്നായിട്ട് പേസ്റ്റൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനുള്ള സവാളയും ബാക്കി കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഇവിടെ ഞാൻ വലിയ 2 സവാളയും പിന്നെ ഒരു മീഡിയം സൈസിലെ 2 സവാള, അങ്ങനെ 4 സവാളയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിന് അത്യാവശ്യം വലുപ്പമുള്ള 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ സവാള കട്ട് ചെയ്യുമ്പോഴായിരുന്നു എനിക്ക് പെട്ടെന്ന് ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ വെച്ചില്ലല്ലോ എന്ന് ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു, കുറച്ച് സമയമായിരുന്നു നമ്മൾ ചെമ്മീൻ ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനൊന്ന് ഫ്രൈ ചെയ്യാൻ പാനിലോട്ട് എടുത്ത് വെച്ചു. അപ്പോൾ ചെമ്മീൻ ഇവിടുന്ന് ഫ്രൈ ആകുന്ന സമയം കൊണ്ട് അപ്പോൾ നമുക്ക് ബാക്കി സാധനങ്ങളും കൂടി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ബാക്കിയുണ്ടായിരുന്ന തക്കാളിയായിരുന്നു. അപ്പോൾ തക്കാളി ഞാൻ വളരെ ചെറിയതായിട്ടാണ് കട്ട് ചെയ്യുന്നത്. എന്താ കുഞ്ഞു അരിയാന്നൊക്കെ പറയില്ല, അതുപോലെ ചെറുതായിട്ടാണ് ഞാൻ കട്ട് ചെയ്തത്. അപ്പോൾ അതിനിടയിൽ ഞാനിത് ചെമ്മീനൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഓവർ ഡീപ്പ് ഫ്രൈ ആക്കിയിട്ടൊന്നും ചെയ്യുന്നില്ല, ഒരു ചെറിയൊരു പാകത്തിനുള്ള ഒരു കുക്കേ ചെയ്യുന്നുള്ളൂ. അപ്പോഴേക്ക് നമ്മുടെ ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു. അപ്പോൾ ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിച്ചപ്പിട്ട പേസ്റ്റ്, പിന്നെ നമുക്ക് ആവശ്യമുള്ള മല്ലിച്ചപ്പും പുതിനയിലും ഒക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇതേ ചെമ്മീനൊക്കെ ഏകദേശം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റാം. എന്നിട്ട് ഞാൻ ഈ ഒരു എണ്ണ തന്നെയാണ് കേട്ടോ മസാല ഉണ്ടാക്കാനും കൂടി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ പാന് ചൂടാക്കിയിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഓൾറെഡി ചെമ്മീൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള എണ്ണയാണ് എടുക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ചുകൂടി ഞാൻ എണ്ണ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എണ്ണ ചൂടാകുമ്പോൾ നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ഇവിടെ ആഡ് ചെയ്തു. ഉള്ളി ഇട്ടാൽ ഉപ്പിടണം എന്നുള്ളതൊരു നിയമം പോലെയാണല്ലോ. അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്കിതിന് വഴറ്റിയെടുക്കണം. അങ്ങനെ അത്യാവശ്യം വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിലോട്ട് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിച്ചപ്പൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു പേസ്റ്റും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കാം, കാരണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുമ്പം ഓവർ ഫ്ലെയിമിലിടുന്നത് നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലോണം ഫ്ലെയിം കുറച്ചതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറുന്നത് വരെ മിക്സ് ചെയ്ത് വെക്കാം. അങ്ങനെ അതൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ആഡ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ തക്കാളിയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ തക്കാളി ഒന്ന് വേവാനുള്ള ടൈമിന് വേണ്ടി നമുക്ക് കുറച്ച് സമയം അടച്ച് വെച്ച് ഇത് വേവിച്ചെടുക്കണം. കൂട്ടത്തിൽ നമ്മളിതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ വേറെ മുളക് പൊടിയും കാര്യങ്ങളൊന്നും ഇനി ചേർക്കുന്നില്ല, കാരണം നമ്മൾ ആ ചെമ്മീനിലിട്ട പൊടികൾ മാത്രമേ ഉള്ളൂ. അപ്പം ഇനി ഇതിൽ ആവശ്യത്തിന് ആ ഒരു ഉള്ളിയും തക്കാളിക്കും മാത്രം വേണ്ടിയിട്ടുള്ള ആവശ്യത്തിന് മഞ്ഞൾ കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ അത് തുറന്നതിന് ശേഷം നമ്മൾ ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഗരം മസാലയാണ്. അല്പം നാരങ്ങാ നീര് കൂടി ഞാനിവിടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ വീഡിയോ മിസ്സായിപ്പോയി. ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ നമ്മുടെ മസാല ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് നമ്മുടെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനും കൂടി ആഡ് ചെയ്യുക ചെയ്യുന്നത്.
അപ്പോൾ ചെമ്മീനും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അപ്പോൾ ഇനി ഇതിൽ നമ്മൾ ഇടേണ്ടത്, നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ പുതിനച്ചപ്പ്, മല്ലിച്ചപ്പ് ഒക്കെ ഇട്ട് ഒന്നുകൂടി നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്ത് യോജിപ്പിക്കണം. പിന്നെ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നത് കുരുമുളകാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എരിവ് ഞാൻ ബാക്കിയൊക്കെ കാര്യങ്ങളിൽ കുറക്കുക ചെയ്തത്. കാരണം ഞങ്ങൾക്കധികം ഞങ്ങളുടെ ആവശ്യത്തിന് എരിവ് ഞങ്ങൾ കുറച്ചാണ് ഉപയോഗിക്കുന്നത്. സോ അതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള എരിവ് ഉപയോഗിക്കുക. ഞാനിവിടെ കുരുമുളക് ക്രഷ് ചെയ്തിടുന്നുണ്ട്. അപ്പോൾ കുരുമുളകാണ് ഞാൻ അത്യാവശ്യം ഇടുന്നത്. അപ്പോൾ അത് നന്നായിട്ട് ചേർത്ത് ഇളക്കുക. അപ്പം ഏകദേശം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബിരിയാണിയുടെ മസാല റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ചോറ് ഉണ്ടാക്കാം. ഞാനപ്പോൾ ഇന്ന് കുക്കറിലാണ് ചോറ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കറിലോട്ട് ഇത് ഏലക്ക, ഗ്രാമ്പൂ, പട്ട, പെരിഞ്ചീരകം ഇതൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നെയ്യ് ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രീകുട്ടിയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലോട്ട് ഞാനിത് അരിയാണ് ചേർക്കുന്നത്. ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. 2 ഗ്ലാസ് അരി നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 സ്പൂണ് നെയ്യും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് ചേർക്കേണ്ടത് വെള്ളം. നമ്മൾ 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് എടുത്തത്. അപ്പോൾ ആ വെള്ളവും കൂടി ചേർത്തു. പിന്നെ ചെറിയൊരു പുളിനാരങ്ങയുടെ നീരും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. അപ്പോൾ ഉപ്പിടുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഉപ്പ് ഒരല്പം പൊങ്ങി നിൽക്കണം. അതായത് നമ്മൾ ടേസ്റ്റ് നോക്കുമ്പോൾ ഉപ്പ് ഉണ്ടായിരിക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ നമ്മളിനി കുക്കർ അടച്ച് വെച്ച് ഒരു വിസിലാണ് ഇടുന്നത്. അങ്ങനെ കുക്കർ ഞാനിവിടെ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയം തന്നെ ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പം അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ളിയൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അങ്ങനെ ഞാൻ 2 സ്പൂൺ നെയ്യൊക്കെ എടുത്ത് ഇനി അതിലോട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പം അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ എൻ്റെ കയ്യിൽ കഴിയാറായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഈ വീഡിയോ എടുക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇടുന്നത് കേട്ടോ. അപ്പം അങ്ങനെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഉള്ളി ഇടുമ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്തിട്ടാണ് ഉള്ളിയും കൂടി വറുത്തെടുക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ കുക്കർ വിസിലടിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വിസിൽ മാത്രമേ അടിക്കുന്നുള്ളൂ. അപ്പോൾ തന്നെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ആ വിസിൽ താനെ ഒന്ന് തണുത്ത് ആവുന്ന സമയം വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മുടെ ഉള്ളിയൊക്കെ വഴണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ബിരിയാണിയുടെ കൂടെ കഴിക്കാൻ സലാഡും ചമ്മന്തിയും കൂടി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുക്കുംബറൊന്നും കയ്യിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ വെച്ചിട്ടുള്ള ഒരു സലാഡാണ്. തട്ടിക്കുട്ടൽ സലാഡും ചമ്മന്തിയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ഉള്ളിയും ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ ചോറ് ഞാനൊന്ന് നോക്കുന്നുണ്ട്, തണിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിസിലൊക്കെ ഊരി നമ്മുടെ ചോറ് പാകത്തിനുള്ള വേവായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചോറ് പാകത്തിനുള്ള വേവായിട്ടുണ്ട്. ഓവറായിട്ട് കുക്കാവുകയോ അല്ലെങ്കിൽ വേവാതിരിക്കുകയൊന്നും ചെയ്തിട്ടില്ല. പാകത്തിനുള്ള കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് നമ്മുടെ മസാലയുടെ മുകളിലോട്ട് ചോറിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. അങ്ങനെ ചോറ് മുഴുവൻ മസാലയുടെ മുകളിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അമർത്തി വെച്ച ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ഉള്ളിയൊക്കെ ചേർത്ത് ഒന്ന് മുകളിലോട്ട് തൂക്കി കൊടുക്കാം. പിന്നെ ഇതിലോട്ട് നമ്മൾ ചേർക്കേണ്ടത് ബാക്കി നമ്മൾ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിച്ചപ്പും കൂടിയാണ്. അങ്ങനെ മല്ലിച്ചപ്പ് കൂടി ഇട്ട് കൊടുത്തു. ഇനി ഒരു അല്പം ഗരം മസാല കൂടി ഇതിൻ്റെ മുകളിലോട്ടൊന്ന് നമുക്ക് തൂക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ദമ്മെന്നും വിളിക്കാം. അപ്പോൾ ഇനി ചമ്മന്തിയാണ് കേട്ടോ ആക്കുന്നത്. അപ്പോൾ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലോട്ട് മല്ലിച്ചപ്പ്, പുതിനയില, ഒരു പച്ചമുളക്, കറിവേപ്പില, അല്പം നാരങ്ങാ നീര്, ഉപ്പും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് നമുക്ക് അരച്ചെടുക്കാം. അപ്പം നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ എരിവിൻ്റെ ആവശ്യത്തിനാണ് കേട്ടോ ഒരു പച്ചമുളക് മാത്രം എടുത്തത്. അപ്പം അത്യാവശ്യം എരിവ് വേണ്ടവരാണെങ്കിൽ പച്ചമുളക് എരിവിൻ്റെ കണക്കനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് ആഡ് ചെയ്യാം. അപ്പം നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ഹാഫ് ആൻ അവറൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളിത് ബിരിയാണി ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സെറ്റ് ചെയ്ത് ഒരു പാത്രത്തിലോട്ടേക്ക് മാറ്റുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റുന്നുണ്ട്. നമ്മുടെ സലാഡും ചമ്മന്തിയും ഒക്കെ കൂട്ടി ഈ ഒരു മഴ സമയത്ത് നമ്മൾ ഈ ചൂടോട് ബിരിയാണി കഴിക്കാൻ പ്രത്യേക രസമാണല്ലേ. അപ്പോൾ ഒരു തവണ ഈ രീതിയിൽ ഒന്ന് ബിരിയാണി വെച്ച് നോക്കുക കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ.